നല്ല നല്ല രസമായിരുന്നു. റോഡ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാ ഒരു വഴി ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. പിന്നെ നമ്മൾ റോഡ് അങ്ങോട്ട് കടന്ന് പിന്നെ ഇങ്ങോട്ട് കടന്ന് ഒരു ഫുള്ള് തിരക്കാന്ന് തോന്നുന്നു കേട്ടോ. അത്രയധികം കാർ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ ടുലിപ്സ് ഫാമിന്റെ ഉള്ളില് നല്ല തിരക്കാണ്. വെൽക്കം ടു ദ ടുലിപ്സ് ഫാം. അപ്പൊ ഇതാണ് അവന്റെ എൻട്രൻസ് വരുന്നത്. വെൽക്കം ടു വില്ലോസ്. എന്താ മീനിങ് എന്നൊന്നും എനിക്കറിയില്ല. വഴിക്കേ അതായത് ഫാമിലോട്ട് പോണ വഴിക്ക് ഞങ്ങള് കുറച്ച് ആടുംകുട്ടികളുണ്ട്. ആട്, ചെമ്മരിയാട്, ഏതൊരു ആട് നോക്കിയേ. നല്ല കറുത്ത ചെവിയും കറുത്ത കണ്ണും കറുത്ത മൂക്കുള്ള ആടുംകുട്ടികൾ. ഇങ്ങനത്തെ ആടിനെ ഞാൻ കണ്ടിട്ടില്ലേ? കറുത്തിട്ടില്ല ഇങ്ങനത്തെ ടൈപ്പിലെ മുഖം ഉണ്ടായിന്റെ പുൽക്കുട്ടിയുള്ള ആടാൻ സംശയമുണ്ട്. അവർ റെസ്റ്റ് എടുക്കാം ഫുഡ് കഴിച്ചിട്ട്. നമ്മുടെ പോലെ ഉച്ചമയക്കം. അപ്പൊ നമ്മള് ടുലിപ്സ് ഫാമിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ടുലിപ്സ് ഫീൽഡ്, ദി ടേസ്റ്റ് ഓഫ് ഹോളണ്ട്. കം ലെറ്റ്സ് ഗോ. ഇവിടെയാണ് ടിക്കറ്റ് വാങ്ങിക്കേണ്ടത്. ആ സാധനം എനിക്ക് താങ്ക് യു. പറയുകയാണെങ്കിൽ നല്ല തിരക്കാ. കുറെ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ നല്ല തിരക്കാണ്. പക്ഷെ നമ്മളെന്നാലും എടുക്കും. നമ്മൾ ആദ്യം പോകേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഫുഡ് കിട്ടും. അതിന് ശേഷം നമ്മള് ചാർജ് ആയതിനു ശേഷം നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ കടക്കും. അങ്ങനെയാണല്ലോ തീരുമാനം. കമ്മിറ്റിയുടെ തീരുമാനം അങ്ങനെയാണല്ലോ. ഫുഡാണോ ഫസ്റ്റ്? കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഫുഡിലേക്ക് പോയാൽ മതിയോ? അല്ല, നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് നമ്മള് വീണ്ടും വീഡിയോ ഫുഡ് കഴിക്കും. അപ്പൊ എവിടെ പോകും? ഇവിടെ തിരിയുന്നുണ്ടല്ലോ. പൊള്ളിയായിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പൊ വന്നത്. കുറെ വെറൈറ്റീസ് ഓഫ് ടുലിപ്സ് ആണ് ഇവിടെ ഉള്ളത്. കണ്ടാൽ തന്നെ അറിയാം. എനിക്ക് ഇതിന്റെ കളേഴ്സും ഇതിന്റെ വെറൈറ്റീസും പറയാൻ എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. എല്ലായിടത്തും ഐ മീൻ ഈവൻ കഫേൽസ് ആണെങ്കിലും എല്ലായിടത്തും നമുക്ക് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നടന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നല്ല വെയിലുണ്ട്. ചിലപ്പോൾ നമ്മുടെ കളർ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ വീഡിയോ തുടങ്ങുന്നത് ടുലിപ്സ് ഫാമിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് കണ്ട ചുറ്റുപൂക്കളാണ്. അടിപൊളിയാണ്, കളറാണ്. പക്ഷെ വെയിലുണ്ട്. അതിലുപരി നമ്മുടെ ഒരു മെയിൻ പ്രശ്നം നല്ല മണം വരുന്നുണ്ട് സൈഡിൽ നിന്ന്. അങ്ങോട്ട് തിരിച്ചുണ്ടാക്കി കഴിഞ്ഞാല് അവിടെ ചെറിയ 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 ഷോപ്പുകളുണ്ട്. ഈ ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് പോകണം എന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷന് നമ്മൾ ജസ്റ്റ് ഒരു റഫായിട്ട് നമ്മൾ കയറിയിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി കയറി. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. അതിനുശേഷം വയറ്റിൽ എന്തെങ്കിലും കയറ്റിയതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മൾ ഫോട്ടോസ് വീഡിയോ എടുക്കും. എന്നിട്ട് വീണ്ടും വെച്ചിട്ട് നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കും. അപ്പൊ നമുക്ക് സമയമുണ്ട്. നമ്മൾ 1 ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അറ്റത്തേക്ക് പോയി നമ്മള് അവസാനത്തേക്ക് നോക്കിയാൽ വിശപ്പിന്റെ വിളി വന്നു. നമ്മള് ഓർഡർ ചെയ്ത എന്ത് സാധനം പറയും? ചിക്കൻ ആൻഡ് ചിപ്സ്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ സാധനം എങ്ങനെയുണ്ട് നോക്കാൻ കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ചിപ്സ് പറഞ്ഞല്ലേ നമ്മള് 3 കണ്ടാല ഭംഗിയൊക്കെയുണ്ട്. കഴിച്ചു പറയാം. ഇഷ്ടമാണ് ഈ കാണുന്നത്. ബർഗർ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നെഫാണ്. ചിപ്സ് നീങ്ങണില്ലേ കഴിച്ച് നല്ല ബർഗറാണ്. സൂപ്പർ ബർഗറാണ്. നമ്മളെടുത്ത സ്ഥലത്തിന് ഷോപ്പിന്റെ പേര് ഏതായിരുന്നു? അവിടെ കാണുമ്പോ ആദ്യത്തെ ഷോപ്പ് തന്നെയാണ്. ഡച്ചും നല്ല സ്പെഷ്യൽ സാധനങ്ങളൊന്നല്ല, ജനറൽ ആയിട്ടുള്ള ഒരു ബർഗർ. ഡച്ചിന്റെ അടുത്തൊക്കെ ഭയങ്കര തിരക്ക്. ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടി ഇരുന്നായിരുന്നു. പിന്നെ അവിടെ പാൻ കേക്ക്, ഡച്ച് സ്ട്രീറ്റ് ഫുഡ് അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്യാം. ടേസ്റ്റ് ഉണ്ട്. പക്ഷെ രാവിലെ നേരത്തോടെ വരുന്നവരാണ് ആക്ച്വലി ഫുഡ് കഴിച്ചിട്ട് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. വെള്ളം കുടിച്ചൊന്നും റിലാക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഫോട്ടോസ് ആണെങ്കിൽ എടുക്കും. നല്ലൊരു ഐഡിയ ആണ്. വെള്ളം
തളർന്നു പോണ വഴിയൊക്കെ അറിഞ്ഞ്. എന്റെ ഈ സാധനം പോയി ഗൈസ്. മറ്റേ അവർ കുത്തി തന്ന സ്റ്റാമ്പ്. ഉറപ്പിക്ക് നോക്കുമ്പളേ കണ്ണടിച്ചു പോവാ. വല്ല കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നോക്കിയാൽ മതി. വെൽക്കം ടു ദ ടുലിപ്സ് ഫീൽഡ്. സോ നമ്മള് ടുലിപ്സ് ഫാമിന്റെ ഉള്ളിലെത്തി. കിഡുവാണ്, നല്ല ആംബിയൻസ്, നന്നായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാം. പിന്നെന്താ, ഞങ്ങള് ഫുഡ് അടി കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മള് പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി കുറെ വീഡിയോ എടുക്കാനുള്ള സ്ഥലങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, തിത്തെറിക്കണ വെയിലാണ്. പിന്നെ ഇതേപോലെ വണ്ടിയുടെ ഉള്ളിലും ഒക്കെ ആയിട്ട് ഫോട്ടോസ് എടുക്കണ കുറെ സ്ഥലങ്ങൾ ലൊക്കേഷൻ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, എല്ലാവരും വെയിലത്താണ്, ഫുൾ വെയിലത്താ കളി. ആരും തണലില്ല ഇവിടെ. അവിടെ പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം ഉണ്ട്. അല്ല, അവിടെ നിന്ന് എടുക്കാം. ടുലിസ് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞെടുക്കാൻ പറ്റുമോ നമുക്ക് ഫോട്ടോ? ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് താഴത്തൊക്കെ ഫുള്ള് മെറ്റലാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ അത് കാരണം ശ്രദ്ധിച്ചു നടന്നില്ലെങ്കിൽ മുക്കൂത്തി താഴും. നല്ല എരുവയിൽ അടിക്കുന്നുണ്ട്. ആൾക്കാര് എല്ലായിടത്തും പോസ്റ്റാണ്, എല്ലായിടത്തും ആൾക്കാരുണ്ട്. പിന്നെ സംഭവം വെച്ച് കഴിഞ്ഞാല് നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, അവിടെയാണ് പാടം. അവിടെ ആൾക്കാർ ഇങ്ങനെ മെഴുകാണ് ഇരുന്നിട്ട്. അപ്പൊ നമ്മൾ അവിടേക്ക് മെഴുകാനാണ് നമ്മളിനി പോവാൻ പോണേ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഫോട്ടോസ് എടുക്കണം, കുറച്ച് വീഡിയോസ് എടുക്കണം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനല്ല ഡയറക്ടർക്ക് പറയാനുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പ്ലാൻ. എനിക്ക് ഈ വീഡിയോയിൽ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയത്തില്ല. വെറുതെ വരിക, കുറെ ഫോട്ടോസും വീഡിയോസും എടുക്കുക, അങ്ങനെയൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കുക, നൈസായിട്ടുള്ള ഫുഡ് കഴിക്കുക, ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് ചിൽ ഔട്ട് ചെയ്യുക, എന്തെങ്കിലും മെമ്മറീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മറ്റേ മാഗ്നറ്റ് പോലെ സാധനങ്ങൾ വാങ്ങുക, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മള് ഫോട്ടോസ് വീഡിയോസ് എടുത്തുള്ള നമ്മുടെ യാത്രയിലാണ്. പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ പാടത്തേക്ക് ഇറങ്ങാൻ പോവാ കേട്ടോ. കുറച്ച് പൂക്കളുടെ കൂടെ മറ്റേ സ്ഥലം നല്ലതാ. പക്ഷെ വെയില് മാത്രം നമുക്ക് അങ്ങോട്ട് പറ്റണില്ല. കാരണം എന്താ പറയാ, കണ്ണൊക്കെ അടിച്ചു പോണു. മറ്റേ ഈ നൂറിന്റെ ബൾബ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുക്കും മേലുള്ള ഏതൊരു ബൾബിൽ അങ്ങോട്ട് സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കണം. സത്യമായിട്ടും അമ്മാതിരിയാണ്. പക്ഷെ നല്ല രസമുണ്ട് പൂക്കളൊക്കെ നിന്നിട്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വന്ന ഒരു വൺ ഡേ ട്രിപ്പിനുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് മെയ് 5 വരെ ഉള്ളൂ. മെയ് 5 വരെ ഇത് ക്ലോസ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ റീഓപ്പൺ ചെയ്യും. നമ്മൾ വന്നിരിക്കുന്നത് ഹാർട്ട് ഫുഡ് ഷ്രൈനിലുള്ളതാണ്. ഇനി നമ്മള് ഉള്ളിലേക്ക് കടക്കാൻ പോകണം. പതുക്കാണ് നടന്നോളൂ. ആ സൈഡിൽ കൂടെ നടക്ക്. കൊറേ വെറൈറ്റി കളർ ഉണ്ട് കേട്ടോ. പർപ്പിള്, യെല്ലോ, വൈറ്റ്, ഇങ്ങനെ എന്തൊക്കെയോ കളറുകൾ. ഏതൊക്കെ കുറച്ചുകൂടി ഇതിപ്പോ തോന്നിക്കണേ. ഈ പർപ്പിൾ പോലത്തെ കളേഴ്സ് നല്ല രസമുണ്ട്. പിന്നെ അവിടെ റെഡ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല റെഡ് ബ്രൈറ്റ് കളറിലെ സാധനം ഉണ്ട്. മോസ്റ്റ്ലി എല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം ചൂട് കൂടുതലായ നമുക്കും പറ്റുന്നില്ല, അപ്പൊ ചെടിക്കും പറ്റില്ല. കാണാം. കുറച്ചും കൂടി ഹൈറ്റ്സ് ഉള്ള ട്യൂലിപ്സ് ഉണ്ടായ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വെയിലാണ് പ്രധാന പ്രശ്നം കേട്ടോ. നല്ല ബ്രൈറ്റ് യെല്ലോ കളർ, വൈറ്റ്, ഇതോ നല്ല കോംബോ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ അല്ലെ. ഇവിടെ കളർഫുൾ ആയാണ്. ലൈക്ക് വെള്ള, മഞ്ഞ, ചുവപ്പ്, പിങ്ക്, പർപ്പിള്. പിന്നെ ഇതേപോലെ ഉണ്ടോ വെള്ളയുടെ ഇടയിൽ വേറെ കളേഴ്സ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം നല്ല രസമാണ്. കോമ്പിനേഷൻ ആയിട്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ നല്ലതാ. എന്താ കെട്ടിയമാർക്ക് നല്ല ഫോണും ഉണ്ട്, ആരും വരരുത്. ഒരു ഫോട്ടോ എടുക്കൽ കുറച്ച് കുറയും. പിന്നെ നല്ലോണം ക്ഷമ വേണം ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. പിന്നെ വെയിലുണ്ടാകാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ഷമയ്ക്ക് പിന്നെ അതിന് കുഴപ്പമുണ്ടാവില്ല. നല്ല ഫോട്ടോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് കാത്തിരുന്ന് 100 ഫോട്ടോ എടുത്താലാണ് ഒരു 10 എണ്ണം കിട്ടുള്ളൂ നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതായി അവതരിച്ചു വന്ന പരിപാടിയാണ് ഐസ്ക്രീം തീറ്റ. ഈ ചൂടുള്ള വെയിലില് പശുവിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഐസ്ക്രീം നമ്മൾ കഴിക്കാൻ പോണം. കരിഞ്ഞ പൂക്കളും ഐസ്ക്രീമും കരിഞ്ഞ പൂ, പിന്നെ ഫോട്ടോ എടുക്കില്ല. അപ്പൊ അതാണ് ഞാൻ അടുത്ത പരിപാടി. നിങ്ങൾ നോക്ക്, എന്തൊരു തിരക്കാ ഇവിടെ.
ഇനി ഐസ്ക്രീം വാങ്ങാൻ പോയി അവിടെ വലിയൊരു ക്യൂ കാണുന്നുണ്ട്. എത്ര നേരം എടുക്കുന്ന എനിക്ക് അറിയില്ല ഐസ്ക്രീം കിട്ടാൻ. എന്നാലും നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇവിടെ വന്നപ്പോ നമുക്കൊരു ഐസ്ക്രീം കഴിക്കൊരു മോഹം. അപ്പൊ ഞാൻ കെട്ടിയോളെ പിടിച്ച് വരിയിൽ നിർത്തിയിട്ടുണ്ട്. വരികയാണ്, അത് വരികയാണ്. നല്ല വെയിലുള്ള കാരണം ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ഡിമാൻഡാണ്. കറക്റ്റ് പോകും ഐസ്ക്രീം ഒരുമിച്ച് കഴിക്കുന്നുണ്ടോ? അലിഞ്ഞു തുടങ്ങി ഗൈസ്. നല്ല മിൽക്കി സംതിങ് അറിയത്തില്ല, പക്ഷെ നല്ല നൈസ് ഉണ്ട്. മിൽക്കിന്റെ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഈ കോല് ഇഷ്ടമല്ല, എന്നാലും ഞാൻ കഴിക്കും. എനിക്ക് തണുക്കണം, എന്റെ ബോഡി ചൂടായിരിക്കും. അപ്പൊ ഐസ്ക്രീമിന്റെ പേരെന്തായിരുന്നു? ഐസ്ക്രീമിന്റെ അങ്ങനെയൊന്നുമില്ല. നല്ല വെയിലുണ്ട്, അപ്പൊ മൊത്തം ഐസ്ക്രീം ആവാം. ശരീരവും മനസ്സും തണുപ്പിക്കണം. അപ്പൊ അതിനുവേണ്ടി നല്ല ഐസ്ക്രീം ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല തിരക്കുണ്ട്. ഇപ്പൊ എല്ലാവരും പറയാനുള്ള ഒരു കാര്യം, UK പല സ്ഥലങ്ങളിലും ട്യൂലിപ്സിന്റെ ഫാമുകളുണ്ട്. നമ്മുടെ ലൊക്കേഷൻ അല്ലാണ്ട് വേറെ സ്ഥലങ്ങളിലും ഫാം ഡിഫറെന്റ് ടൈം പീരീഡിലാണ് ട്യൂലിപ്സ് വിരിയുന്നത്. ചിലപ്പോ ചില സ്ഥലങ്ങൾ ഒരുമിച്ച് വിരിയുന്നുണ്ട്. അപ്പൊ ഇനി എന്തായാലും നിങ്ങളുടെ ഒരു വീക്കെൻഡ് ഒക്കെ ആവണ സമയത്ത് ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. സ്ഥലമൊക്കെ ഒന്ന് പോയി ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് പൂക്കളൊക്കെ ഒന്ന് കണ്ട് വർഷത്തിലൊരിക്കലും വരുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ട് നമുക്ക് ഒരു ട്രിപ്പിന് വകയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ എല്ലാവരും മസ്റ്റ് ട്രൈ ഇങ്ങനത്തെ പാടങ്ങളും സ്ഥലങ്ങളൊക്കെ. അപ്പൊ സമ്മറിലെ ഒരു ആക്ടിവിറ്റിയാണ് ട്യൂലിപ്സ് കാണാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ എല്ലാവരും ഫോട്ടോസ് എടുത്തോണ്ടിരിക്കാം. ഞാനും പോയി ഒരു ഫോട്ടോ എടുക്കണം. ഇത്ര വലിയ ഞാൻ ഇത്ര കണ്ടിട്ടില്ല. കിളികാരനെ മടുത്തുപോയി എന്നല്ല, കിളി പറന്നു സത്യമായിട്ട്. അങ്ങനെ പറയുന്നേ ഫോട്ടോ എടുത്തിട്ട് പോവാം. അതങ്ങനെ ഞാൻ പറയും. അയ്യോ, ഇവിടെ വെച്ചാൽ ഫോട്ടോസും കിട്ടോ നോക്കിയാലോ നൈസായിട്ട്. നമ്മൾ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയതിനു ശേഷം നമ്മൾ ഇങ്ങോട്ട് പോകും. അങ്ങോട്ടല്ല, അവിടേക്ക്. അവിടെ ഒരു എന്തോ ഒരു സംഭവം ഉണ്ട്. ഇത്രയും ചൂട്ടത്ത് ഇവിടെ കുറെ പേര് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചൂടിന് നമ്മൾ നമിക്കണം ശരിക്കും, അല്ലേ? അപ്പൊ ഇതിന് നമ്മൾ നേരെ ആ കാണുന്ന ഷോപ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈക്കിളൊക്കെ കുറച്ച് അരി വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈക്കിൾ നോക്കിയിട്ട് നമ്മളിങ്ങനെ പോവാണ്. ഇതിനുള്ളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലേ? സൈക്കിൾ കിട്ടില്ലേ? വേറെ ആളെ നോക്കും. ഇതിലെടുത്തിട്ട് ഫോട്ടോ എടുത്താലോ? നേരത്തെ നമുക്ക് പോയിപ്പോ ഫോട്ടോ എടുക്കാനുള്ള സാധ്യത കിട്ടിയില്ലേ? അപ്പൊ നമ്മള് എന്റെ കൈനേക്കാ വലിപ്പുണ്ട് കേട്ടോ. എന്റെ പൂക്കിരി കൈ ഈ പൂക്കള് ബേസിക്കലി വിൽക്കാൻ വെച്ചിരിക്കുന്ന പൂക്കളാണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ആവശ്യം എടുത്തിട്ട് കരിഞ്ഞു വാടി അതിന്റെ അടപ്പളാകും. അങ്ങനെ വാടുന്ന് പേടിയുള്ള ആൾക്കാർക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന് എടുക്കാം. ഇതാകുമ്പോൾ വെള്ളം ഒഴിച്ചിടക്കണ്ട, വാടില്ല. എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഭൂമിന്റെ അടിപൊളിയില്ല. നമുക്കിതിലുള്ള ഫീഡ്ബാക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിട്ട് കണ്ട അതും പൈസ കൊടുത്ത് മേടിക്കണം. ഇല്ല, വേണവർക്ക് എഴുതിയാൽ മതി. എനിക്ക് വേണം. നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ ഒരു മാഗ്നറ്റ് വാങ്ങാറുണ്ട്. ഇവിടെ വേറെ മാഗ്നറ്റില്ലേ? മാഗ്നറ്റ് ഉണ്ടാക്കി വെക്കേണ്ടി വരും. തീരുമാനിച്ചു. എന്താ പറ്റിയിട്ട്
ഇതെന്താ ടീഷർട്ട്സ് ബനിയൻ അതാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടുലിപ്സ് ഫാമിലേക്കുള്ള അല്ലെങ്കിൽ ടുലിപ്സ് ഫീൽഡിലേക്കുള്ള ഒരു ട്രിപ്പ് കഴിഞ്ഞു. നല്ലായിരുന്നു. നമ്മൾ ടയേർഡായി ബിക്കോസ് നല്ല വെയിലായിരുന്നു. നല്ല വെയിലെല്ലാം കഴിഞ്ഞപ്പോ നമ്മുടെ പരിപാടികളെല്ലാം അവസാനിച്ചു. അപ്പൊ എല്ലാ വെയില് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. 2-3 മാസങ്ങൾ വൈറ്റമിൻ ഡി നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. വേറെ ടാബ്ലറ്റ്സ് ഒന്നും ആവശ്യമില്ല. ഈ വീഡിയോ 2 സെക്ഷൻ ആയിട്ടായിരിക്കും വരാം. ആദ്യ സെക്ഷൻ ബസ് സ്റ്റോപ്പ് വരെ നമ്മളവിടെ എത്തുന്നത് അൽബാൻ സിറ്റി എന്നുള്ള റെയിൽവേ സ്റ്റേഷൻ വരെ എത്തുന്നു. പിന്നീട് അങ്ങോട്ടുള്ളത് 2ാമത്തെ പാർട്ടായിരിക്കും. അപ്പൊ ഈ ബാക്കിൽ കാണുന്നതാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ്. ഓക്കെ, അപ്പുറത്ത് കാണുന്നതാണ് അതിന്റെ മെയിൻ ഫാമും പരിപാടി. നമ്മുടെ സാധനം ഏതാണ് സാധനം, ചിക്കൻ സാധനങ്ങളൊക്കെ കണ്ടില്ലേ. അടിച്ചിട്ട് വിളിക്കാട്ടെ ഇനി എങ്ങാനും നമ്മൾ കള്ളത്തരം കാട്ടിയോ ഒരു പേടിയുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഇപ്പൊ ഇന്നത്തെ ഒരു സിംഗിൾ ഡേ ട്രിപ്പിലേക്കുള്ള വീഡിയോസ്. അപ്പൊ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതുവരേക്കും വളഞ്ഞിട്ട് ചേരുന്നത് അങ്ങനെ ഫോട്ടോ കിട്ടും. കറക്റ്റ് ആയിട്ടാണ് ചിരിച്ചൻ തൊക്കിറക്കി കണ്ണോണ്ട് പോയി തൊക്കിറക്കി ആകാശത്തേക്ക് കേറ്റുക, ഓക്കെ, നോട്ട് ഇറക്കാതെ.